ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നെറ്റ്സിൽ പ്രാക്ടീസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് നമ്മുടെ ഏഷ്യൻ ന്യൂസ് വന്ന് ചോദിക്കുന്നു പേരെന്താണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജു സാംസൺ. അന്ന് ആ കുട്ടിക്ക് പോലും അറിയില്ലായിരുന്നു കേരളത്തിലെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ദിവസം ഇന്ത്യയുടെ ജേഴ്സി ധരിക്കുമെന്ന്. സഞ്ജുവിൻ്റെ യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു. ഒരുപാട് അവസരങ്ങൾ നഷ്ടമായി, ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. പക്ഷെ ഒരു കാര്യം മാത്രം അവൻ നിർത്തിയില്ല, പ്രാക്ടീസ്. സഞ്ജു സാംസൺ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ടാലന്റ് മാത്രം മതിയാകില്ല, ക്ഷമ വേണം, വിശ്വാസം വേണം, ഹൃദയത്തിൽ ക്രിക്കറ്റിനോടുള്ള സ്നേഹം വേണം. ഇപ്പോഴൊക്കെ ഒരു ഫണ്ണി ഫാക്ട് നടക്കുന്നുണ്ട്. ആവേശം സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും രംഗചേട്ടാന്ന് വിളിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരേ ഒരു പേര് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ, സഞ്ജു ചേട്ടാ. ബേസിൽ ജോസഫിന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്നത് സഞ്ജു അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകനാണെന്ന്. പക്ഷെ ഇപ്പോൾ ആ സ്ഥാനം നമ്മുടെ രംഗചേട്ടന്റെ കയ്യിലാണ്. തമാശയൊക്കെ കൊണ്ട് മാറ്റിവെച്ചാൽ സഞ്ജു സാംസൺ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വലിയൊരു കാര്യം കൂടിയുണ്ട്. സ്വപ്നം വലുതാണെങ്കിൽ യാത്ര നീളും. പക്ഷെ നിർത്താതെ മുന്നോട്ട് പോയാൽ ഒരു ദിവസം ഈ ലോകം തന്നെ നിങ്ങളെ കാണും. കേരളത്തിൻ്റെ ഒരു ചെറിയ നെറ്റ്സിൽ നിന്ന് തുടങ്ങിയത് ഇന്ന് ലോകം മുഴുവൻ കാണുന്ന ഒരു യാത്രയായി. അതാണ് സാക്ഷാൽ സഞ്ജു സാംസൺ. ഇതുപോലെ ലീഡർഷിപ്പ് സ്റ്റോറീസ് ഒക്കെ കേൾക്കാനായിട്ട് ഡോക്ടർ സെയിൽസ് എന്നുള്ള നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.